السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. അള്ളാഹുവിൻ്റെ മുമ്പിൽ കരയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. എത്രത്തോളമെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവനെ ഭയപ്പെട്ടുകൊണ്ട് ആഖിറം ചിന്തിച്ച് പാർത്ഥികമായ ലോകത്തെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് മരണപ്പെട്ടായാൽ ഖബറാകുന്ന ഇരുട്ടറിൽ ഞാൻ ഒറ്റക്കാണ്. അവിടുത്തെ അദാബിൽ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? മഹ്ശറിലേക്ക് എന്നെ കൊണ്ടുവരപ്പെടുമ്പോൾ ഞാനിവിടെ ലോകത്ത് വളരെ രഹസ്യമായി ആരും അറിയാതെ ചെയ്തു പോയ ദോഷങ്ങൾ വരെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരസ്യമാക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ വഷളാകുമോ? അവിടെ മഹ്ശറയിൽ കോടാനുകോടി ജനങ്ങൾക്ക് മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം എനിക്ക് ലഭിച്ചില്ല എങ്കിൽ എൻ്റെ പാരത്രികമായ ലോക ജീവിതം ഞാൻ വലിയ നഷ്ടത്തിലായിരിക്കുമല്ലോ തുടങ്ങിയിട്ടുള്ള ചിന്തകൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടി അങ്ങനെ റബ്ബിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയാൻ ഒരാൾക്ക് കഴിഞ്ഞു. കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് രഹസ്യമായും പരസ്യമായും മാപ്പിനിരുന്ന് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ തേടി അള്ളാഹുവിന് മുമ്പിൽ ഒരാൾക്ക് കരയാൻ സാധിച്ചാൽ അങ്ങനെ കരഞ്ഞ വ്യക്തി ഒരിക്കലും അയാൾ നരകത്ത് കടക്കുകയില്ല. ആ കണ്ണുനീരിൻ്റെ വില നരകത്തിൽ നിന്നും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. മഹാനായ ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, ലാ യൽജുന്നാർ റജുലുൻ, ഒരു മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ കടക്കുകയില്ല, ബക്കാ മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ പേടിച്ച് അയാൾ കരഞ്ഞു. ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് ഇതെല്ലാം റബ്ബിൻ്റെ മുമ്പിൽ ഒഴിവാക്കപ്പെട്ടാൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു തആല അവൻ്റെ ഔദാര്യം കൊണ്ട് എനിക്ക് പാപങ്ങളെല്ലാം പുറത്തു തന്നില്ല എങ്കിൽ എൻ്റെ പാരത്രികമായ ലോകം വലിയ പരാജയത്തിലായിരിക്കുമല്ലോ എന്ന നിലക്ക് റബ്ബിൻ്റെ മുമ്പിൽ പൊട്ടി കരഞ്ഞ് ചെയ്തു പോയ ദോഷങ്ങൾ ഓരോന്ന് എണ്ണി പറഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ ഇസ്തിഗ്ഫാർ തേടാൻ ഒരാൾ തയ്യാറായി. അങ്ങനെ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ മുമ്പിൽ റഹ്മത്തിൻ്റെ മുമ്പിൽ ഒഴിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ, കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കരയാൻ ഒരാൾക്ക് സാധിച്ചാൽ അയാൾ ഒരിക്കലും നരകത്തിൽ കടക്കുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് ഒരു ഉദാഹരണം പറഞ്ഞു, എത്രത്തോളം ഹത്താ യഊദൽ ലബനു ഫിൽ ദർഅ്, ഒരു മൃഗത്തിൻ്റെ അവിട്ടിൽ നിന്നും കറന്നെടുത്ത പാല്, ആ പാല് വീണ്ടും അതിൻ്റെ അവിട്ടിലൂടെ തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവാത്തതുപോലെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബിൻ്റെ കൽപ്പനകൾ പൂർണ്ണമായും അംഗീകരിച്ച് അള്ളാഹുവിൻ്റെ വിരോധനങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിന്ന് അള്ളാഹുവിനെ പൂർണ്ണമായും അനുസരിച്ച് ജീവിക്കാൻ ഒരാൾക്ക് സാധിച്ചു. ചെയ്തുപോയ പാപങ്ങൾ ഓർത്ത് റബ്ബിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയാൻ സാധിച്ചു. അങ്ങനെ കണ്ണുനീരൊഴുക്കി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഒരിക്കലും നരകത്തിൽ കടക്കുകയില്ല. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു തആല അവൻ്റെ ഔദാര്യം കൊണ്ട് പാവപ്പെട്ട സാധുക്കളായി നമ്മളെല്ലാവരെയും നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.